ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സംസാരിക്കാൻ പോകുന്നത് RSI റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്ററെ കുറിച്ചിട്ടാണ്. ട്രേഡേഴ്സ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സിൽ ഒന്നാണ് RSI ഇൻഡിക്കേറ്റർ. ഇത് ഉപയോഗിക്കാനായിട്ട് ഇപ്പോൾ നമുക്ക് ഏഷ്യൻ പെയിൻസിന്റെ ചാർട്ടിൽ ഫസ്റ്റ് തന്നെ RSI ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് നോക്കാം. RSI പല ആളുകളും പല രീതിയിലാണ് ഉപയോഗിക്കുന്നത്. സോ ആദ്യമേ അത് എങ്ങനെ ആഡ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. സോ ഒരു ഇൻട്രാഡേ ബേസിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 50 മിനിറ്റ് ചാർട്ടിൽ വേണം നമ്മൾ നോക്കാം. നമുക്ക് 15 മിനിറ്റ് ചാർട്ടിലോട്ട് നമുക്ക് നമ്മുടെ ചാർട്ടിനെ കൺവേർട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിലേക്ക് പോവാം. ഇൻഡിക്കേറ്റേഴ്സിൽ RSI എന്ന് സെർച്ച് ചെയ്യാം. RSI എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ RSI റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് കാണാൻ പറ്റും. ഇത് നമ്മൾ ആഡ് ചെയ്യും. സോ ഇത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് താഴെയാണ് നമുക്ക് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് കാണുന്നത്. 2 ലൈനാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ചാർട്ടുകളിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നൊരു ബ്ലൂ ലൈനും ഒന്നൊരു യെല്ലോ ലൈനും. ഇത് ഓരോ ബ്രോക്കറിൻ്റെ അക്കൗണ്ടുകളിലോ അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമുകളിലോ ഇത് ഡിഫറൻറ്റ് ഉണ്ടാകും. സോ ഇതിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സ് കാണാനായിട്ട് പറ്റും. ഇൻപുട്സിൽ 14 RSI ലെങ്ത് 14 ആയിട്ട് സെറ്റ് ചെയ്യാം. ഇത് ബ്ലൂ ലൈനാണ് RSI ലൈൻ. യെല്ലോ ലൈൻ നമുക്ക് ഒരു മൂവിങ് ആവറേജ് RSI ബേസ്ഡ് മൂവിങ് ആവറേജ് ആയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് ഓക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ബ്ലൂ ലൈനാണ് മേജറായിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ RSI എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവർ ബോൾട്ട് ആൻഡ് ഓവർ സോൾഡ് ആണോ എന്നാണ് RSI പറയുന്നത്. അതായത് ഓവറായിട്ട് ബൈ നടന്നിട്ടുണ്ടോ, ഓവറായിട്ട് സെല്ല് നടന്നിട്ടുണ്ടോ എന്നെല്ലാം സംസാരിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് RSI എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കാം. ഇവിടെ നമ്മൾ 2 ലിമിറ്റുകൾ വെച്ചിട്ടുണ്ട്. 17 ആൻഡ് 20 ആണ്. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് വേണമെങ്കിൽ ഒരു 5 പോയിന്റ്സ് കൂടി കുറച്ച് വയ്ക്കാം. ഇവിടെ ഡീഫോൾട്ട് സ്റ്റൈലിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ 17 ലോവർ ബാൻഡ് മിഡിൽ ബാൻഡ് ഇട്ടിട്ടുണ്ട് 50-ൽ, അപ്പർ ബാൻഡ് 70-ലും ലോവർ ബാൻഡ് 30-ലും ആണ് ഇട്ടിരിക്കുന്നത്. 70-ലും 30-ലും ആണ് ഇട്ടിരിക്കുന്നത്. സോ എല്ലാവരും 70-30 തന്നെയാണ് റെഗുലർലി നോക്കാറ്. നമുക്കും 70-30 തന്നെ നോക്കിയാൽ മതി. സോ 70-30 നമ്മൾ നോക്കുന്നു. അപ്പോൾ എന്താണ് നമ്മുടെ ബ്ലൂ ലൈൻ ഈ 70 ലൈൻ ടച്ച് ചെയ്യുകയാണെങ്കിൽ 70 ലൈൻ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ടച്ച് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇത് ഓവറായിട്ട് ആളുകൾ ബൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടും. അതായത് മാക്സിമം ബൈ ആയിരിക്കുകയാണ് എന്ന് പറയുന്ന ലെവലിൽ നമുക്ക് ഇതിനെ എടുക്കാനായിട്ട് സാധിക്കും. സോ ഇതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാവരും ഓവറായിട്ട് ബൈ ചെയ്തു. ഇനി എന്താണ്? ഇനി ബൈ ചെയ്യാൻ ആരും തന്നെ മാർക്കറ്റിൽ ഇല്ല. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇത് നമുക്ക് തരുന്ന ഒരു ഇൻഡിക്കേഷൻ. ബട്ട് RSI നമ്മൾ വേറെ ഒരു രീതിയിൽ കൂടി വേണം റീഡ് ചെയ്യാനായിട്ട്. എല്ലാവരും ബൈ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെല്ല് വരുമ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് താഴത്തോട്ട് വരികയല്ല നടക്കുക, നമ്മുടെ എക്സോഷൻ സ്റ്റേജിലോട്ടാണ് പോവുക. ആക്ച്വലി എക്സോഷൻ ഈ ഒരു അപ് ട്രെൻഡ് സ്റ്റേജ് കഴിഞ്ഞ് എക്സോഷൻ സ്റ്റേജിലോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പ് മാർക്കറ്റിന് നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം കിട്ടാറുണ്ട്. നിങ്ങൾ പലപ്പോഴും നമ്മൾ എക്സോഷൻ സ്റ്റേജ് പഠിച്ചപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ RSI ഓവർ ബോൾഡ് ലെവലിൽ നിന്നാലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഏരിയ ആണെന്ന് നോക്കാം. സോ ഇവിടെ എന്താണ്? മാർക്കറ്റ് ഓവർ ബോൾഡ് ലെവലിലാണ്. സോ ഈ ലെവലിൽ ഓവർ ബോൾഡ് എത്തിയിരിക്കുകയാണ്. ഓവർ ബോൾഡ് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ഷാർപ്പായിട്ട് അപ്പായിട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു കാറ് 5th ഗിയറിൽ ഇട്ടതൊക്കെ പോലെ RSI ഏറ്റവും ടോപ്പിലെത്തിയതിന് ശേഷം മാർക്കറ്റിന് പെട്ടെന്നൊരു ബുള്ളിഷ് മൂവ്മെന്റ് കിട്ടുകയും ആഫ്റ്റർ ദാറ്റ് മാർക്കറ്റ് റിവേഴ്സ് ആകുകയും ചെയ്യുന്നത് കാണാം. ഇത് അതിനൊരു സൂപ്പർ എക്സാമ്പിൾ ആണ്. ഫൈൻ. അതുകൊണ്ട് തന്നെ പലപ്പോഴും RSI മാത്രം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുകയും വലിയ ലോസുകൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ RSI ഒരു സെക്കൻഡറി കൺഫർമേഷൻ മാത്രമായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. സോ RSI ഉപയോഗിക്കുമ്പോൾ ഒരു നെക്സ്റ്റ് ലെവലായിട്ടുള്ള ഒരു ട്രേഡർ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് RSI ഡൈവർജൻസ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. RSI ഡൈവർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. RSIയുടെ ഈ ബ്ലൂ ലൈൻ ഒരു ട്രെൻഡ് തരുന്നു. RSIയുടെ ബ്ലൂ ലൈൻ കണ്ടോ, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് തരുന്നുണ്ട്. ഈ RSI ഇന്ന് നമുക്ക് തരുന്നുണ്ട്. RSIയുടെ ബ്ലൂ ലൈൻ ഹൈസ് തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റെസിസ്റ്റൻസ് ഫീൽ കിട്ടും. ബട്ട് അതേ സമയത്ത് അതേ ഹൈറ്റുകൾ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്ത് ചാർട്ടിൽ വരച്ചാൽ നമുക്കൊരു റിവേഴ്സൽ പാറ്റേണും കിട്ടും. ഒരു റിവേഴ്സൽ പാറ്റേൺ
ചാർട്ടിൽ കിട്ടുന്നു, RSIയിൽ ഒരു റെസിസ്റ്റൻസോ ഒരു ബുള്ളിഷ് ട്രെൻഡോ കിട്ടുന്നു. സോ ഇതൊരു റിവേഴ്സലിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് എന്ന് നമുക്ക് റീഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ RSI ഈ രീതിയിൽ കൂടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതിനെയാണ് RSI ഡൈവർജൻസ്, ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? RSI മുകളിലോട്ട് കാണിക്കുമ്പോൾ ചാർട്ട് താഴ്ത്തോട്ട് കാണിക്കണം, അല്ലെങ്കിൽ RSI താഴ്ത്തോട്ടോ റെസിസ്റ്റൻസോ കാണിക്കുമ്പോൾ ചാർട്ട് മുകളിലോട്ടുള്ള ട്രെൻഡ് കാണിക്കണം. ഇതിനെയാണ് നമ്മൾ RSI ഡൈവർജൻസ് എന്ന് പറയുന്നത്. ഓവർ ബോൾഡ് എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ ഓവർ സോൾഡ് ലെവലുകൾ കാണാനായിട്ട് പറ്റും. ഓവർ ബോൾഡ് പോലെ തന്നെ ഓവർ സോൾഡ് ലെവൽ, അതായത് മാക്സിമം ആളുകൾ സെല്ല് ചെയ്ത് കഴിഞ്ഞു, ഇനി മാർക്കറ്റ് റിവേഴ്സ് ആകാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ മുകളിൽ കണ്ട അതേ രീതിയിൽ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ RSI ഡൈവർജൻസ് വളരെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മികച്ച റിസൾട്ട് കിട്ടേണ്ട ട്രേഡുകളാണ്. ട്രയാങ്കിൾ ഷേപ്പുകളിലും ഡബിൾ ടോപ്പ് ഷേപ്പുകളിലും അതുപോലെ തന്നെ ഡബിൾ ബോട്ടം ഷേപ്പുകളിലും ഒക്കെ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് RSI ഡൈവർജൻസുകൾ റീഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ നമുക്ക് RSI ഡൈവർജൻസ് എന്തൊക്കെയുണ്ട് എന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് വൺ, ദ റെഗുലർ RSI ഡൈവർജൻസിൽ ഇത് RSI ആണ്. RSI ഒരു ഡൗൺ ട്രെൻഡ് കാണിക്കുമ്പോൾ ചാർട്ടിൽ നമുക്കൊരു ബുള്ളിഷ് ട്രെൻഡ് പോലെ ഫീൽ ചെയ്യും. RSI റിവേഴ്സ് ആകും. RSI എന്ത് ചെയ്യും? RSI ആദ്യം റിവേഴ്സ് ആകും, ബട്ട് ചാർട്ട് അപ്പോഴും മുകളിലോട്ട് തന്നെയായിരിക്കും. ഇവിടെ എന്താണ്? ഒരു ബുള്ളിഷ് RSI ആദ്യം ബുള്ളിഷ് ആകും, ബട്ട് ചാർട്ട് അപ്പോഴും ഒരു ഡൗൺ ട്രെൻഡിൽ തന്നെയായിരിക്കും. സോ നേരെ തിരിച്ചുള്ള ഹിഡൻ ഡൈവർജൻസ് ഉണ്ട്. ഹിഡൻ ഡൈവർജൻസ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ആദ്യം ചാർട്ട് ആദ്യം ഒരു ചെറിയ റിവേഴ്സൽ തന്നിട്ടുണ്ടാകും, ബട്ട് RSI അപ്പോഴും ഒരു ചെറിയ ബുള്ളിഷ്നെസ്സോ ഒരു സെയിം ലൈനിലോ ഒക്കെ കീപ്പ് ചെയ്യുന്ന പോലെ നമുക്ക് കീപ്പ് ചെയ്യാം. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ കണ്ടത് അത്തരത്തിലുള്ള ഒരു RSI ആണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ കണ്ടത്. സോ 50 മിനിറ്റ്സിലൊക്കെ ഇത് കണ്ടോ, മാർക്കറ്റ് ഇവിടെ ഒരു ചെറിയ RSI ബുള്ളിഷാണ്, മാർക്കറ്റും ബുള്ളിഷാണ്. ഓക്കെ, ഇതൊരു ഹിഡൻ ഡൈവർജൻസ് ആണ്, അവിടെ ഒരു റിവേഴ്സൽ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടി. സോ അത് ഇവിടെ മുതൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതൊരു റെസിസ്റ്റൻസ് ലൈനിൽ നിൽക്കുകയും മാർക്കറ്റ് ഒരു ബുള്ളിഷ്നെസ്സിലോട്ട് പോവുകയും ചെയ്യുന്നു. നിങ്ങൾ ചാർട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഒത്തിരി ചാർട്ടുകൾ ഈ രീതിയിൽ റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. RSI ഡൈവർജൻസ് 50 മിനിറ്റ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വേറെ ഒരു കൺഫർമേഷനും ഇല്ലാതെ തന്നെ അടിപൊളി ട്രേഡുകൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ RSI ഡൈവർജൻസ് ആണ് നമ്മുടെ ഫസ്റ്റ് ഇൻഡിക്കേറ്റർ.